വെൽക്കം ടു ഇൻഫിനിറ്റോറ. ഇന്ന് നമുക്കൊരു ഫ്ലഫി പാൻ കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കുവാണ്. നിങ്ങൾക്ക് ഗോതമ്പ് മാവ് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ പക്ക ടേസ്റ്റ് മൈദ എടുക്കുമ്പോഴാണ്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുവാണ്. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുത്താലും മതിയാവും. ആക്ച്വലി ഇതെൻ്റെ ഒരു ലേസി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എളുപ്പത്തിൽ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിരുന്നാലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ മാക്സിമം ഒരു 20 മിനിറ്റ് അത്രേ എടുക്കത്തുള്ളൂ. നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കും. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര. അപ്പോൾ മധുരം ഇതിൽ കൂടുതൽ, ഇതൊരു മീഡിയം മധുരമേ വരത്തുള്ളൂ. ഇത് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ടാൽ മതിയാവും. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉരുക്കിയ നെയ്യും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ പഞ്ചസാര അലിയുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ എടുത്തേക്കുന്നത് 1 കപ്പ് പാലാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചിലപ്പോൾ ചിലർക്ക് കുറച്ച് വ്യത്യാസം വരാം ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി വെച്ചിട്ട്, അത് ഞാൻ പറയാം. നല്ലോണം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ്, നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ മാവ് നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മാവ് കട്ട വരാതിരിക്കാനായിട്ടാണ് കുറച്ചിട്ടിട്ട് നല്ലോണം മിക്സ് ആയതിന് ശേഷം മാത്രം അടുത്തതിടുക. അങ്ങനെ ഒരു 2-3 ബാച്ചായിട്ട് ഇതിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ ഇത്രയും കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ 1 ഗ്ലാസ് പാലാണ് ഞാൻ മൊത്തം എടുത്തിട്ടുള്ളത്, അതിൽ ബാക്കിയുള്ള പാല് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആക്ച്വലി കിട്ടേണ്ടത് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിൽ കൂടുതൽ വെള്ളമായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലഫിനെസ് കിട്ടത്തില്ല പാൻ കേക്കിന്. എനിക്കിപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ഒരു ഗ്ലാസ്, അത് ആക്ച്വലി 200 ml ഗ്ലാസ്സാണ്. അതിൽ കറക്റ്റായിട്ടാണ് ആ 1 ഗ്ലാസ് പാല് മുഴുവനായിട്ട് ഒഴിക്കുമ്പോഴത്തേനും കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കിട്ടുന്നത്. ഇതാണ് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കാം നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. ഇനി ഞാൻ ദോശക്കല്ലിലാണ് പാൻ കേക്ക്സ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ പാനിലും ചപ്പാത്തി ഉണ്ടാക്കുന്ന പാനിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ 1 തവി മാവാണ് ഒഴിച്ചേക്കുന്നത്. 1 തവി മാവ് ഒഴിച്ചിട്ട് ഞാനത് പരത്തി കൊടുക്കുന്നില്ല, അത് അങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് അധികം താമസിക്കാതെ ചെറുതായിട്ട് 1-2 സ്പോട്സ് വരുമ്പോഴത്തേനും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. കാരണം പഞ്ചസാര ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് അടിവശം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലെയിമും എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനും ശ്രദ്ധിക്കുക. കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ട് ഇരിപ്പുണ്ട്. വീണ്ടും അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവിൽ ഇതുണ്ടാക്കിയെടുക്കാം പാൻ കേക്ക്സ്. ഈ ഒരു അളവിൽ എടുക്കുമ്പോഴത്തേനും ഒരു 7 പാൻ കേക്ക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് പാൻ കേക്കിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നോർമലി തേൻ വെച്ചിട്ടും അതുപോലെ ജാം വെച്ചിട്ടും ഒക്കെയാണ് കഴിക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ പിള്ളേർക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേനും വലിയ ഇഷ്ടമാണ് ഇത് പാൻ കേക്കിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡിയായി. ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.